പ്രഭാഷകൻ, ഭഗവത്ഗീത, ദേവി മഹാത്മ്യം ക്ലാസ്സുകളെല്ലാം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആദരണീയനായിട്ടുള്ള ശ്രീ പനയം രമേശ് ജിയാണ്. സ്വാഗതം ശ്രീ പനയം രമേശ് ജി. നമസ്തേ. നമസ്തേ രമേശ് ജി, എല്ലാ കർക്കിടക മാസവും ആകുമ്പോൾ, രാമായണ മാസമാകുമ്പോൾ രാമായണത്തിനെതിരെ, ശ്രീരാമനെതിരെ, ലക്ഷ്മണനെതിരെ, സീതയ്ക്കെതിരെ, എന്നാൽ രാവണനെ അനുകൂലിച്ച് അല്ലെങ്കിൽ കുംഭകർണനെ അനുകൂലിച്ച് മാത്രം ചിലർ എന്തുകൊണ്ടാണ് അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്? എന്താണ് ഇതിന്റെ ഒരു മനഃശാസ്ത്രം? എന്താണ് ഇതിന്റെയൊക്കെ അവരുടെ പിന്നിലുള്ള ലക്ഷ്യം? ഒന്ന് വിശദീകരിക്കാമോ? അത് രാവണനെ അനുകൂലിച്ച് രാമനെയൊക്കെ നിന്ദിച്ചുകൊണ്ട് ഒക്കെ പറയുന്ന ഓരോരുത്തരുടെ ആ സംസ്കാരം പ്രകടമാകുന്നു. ഏതിൽ നിന്നാണ്? നമുക്കറിയാം, ഈ പ്രപഞ്ചം മുഴുവൻ എന്ന് പറഞ്ഞാൽ സത്വരജ തമോ ഗുണങ്ങളുടെ പ്രതീകമാണ്. ഈ 3 ഗുണങ്ങളിലൂടെ മാത്രമേ എനിക്ക്, നിങ്ങൾക്കും, ലക്ഷ്മിജിക്കും ഒക്കെ നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാ ജീവജാലങ്ങൾക്കും നിൽക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഏതാണോ ഒരാളെ മുന്നിട്ട് നിൽക്കുന്നത്, അത് അതിന്റെ ഗുണം അയാൾ കാണിക്കും. ഇപ്പൊ വലിയൊരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ വെജിറ്റബിൾ ഫുഡ് ഉണ്ടാവും, അല്ലെങ്കിൽ നോൺ വെജ് ഉണ്ടാവും, അത് കഴിഞ്ഞ് കുടിക്കാനുള്ളത് ഉണ്ടാവും, ചായ സൽക്കാരം ഉണ്ടാവും, അതിനപ്പുറത്തെ സൈഡിലേക്ക് മദ്യം ഉണ്ടാവും. അപ്പൊ എല്ലാവരും അതിന് പോവില്ലല്ലോ, മദ്യം വേണ്ടുന്ന ആൾക്കാർ അതിന് പോകും. എന്നതുപോലെ ഓരോരുത്തരിലും അന്തർലീനമായിരിക്കുന്ന ഒരു സംസ്കാരമാണ് പ്രകടമാക്കുന്നത്. രാമൻ ധർമ്മമൂർത്തിയാണ്. കാരണം നാട് നന്മയുടെ പാതയിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്ന സമയത്ത് തിന്മ ആഗ്രഹിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ്. തിന്മ ആഗ്രഹിക്കുന്നവർക്ക് അത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോ കേരളത്തിൽ എത്ര തന്നെ കോർപ്പറേഷൻ ഉണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യങ്ങളല്ലാതെ പത്രങ്ങളിലോ ന്യൂസിലോ വരുന്നുണ്ടോ? എന്താ കാര്യം? അവിടെ കുറെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെയാ ഇപ്പൊ രാഷ്ട്രീയ ഭേദമന്യേ അവിടുത്തെ ഭരണകൂടത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അത് നന്നായി. കുറെ കാലമായിട്ട് നമ്മളുടെ ധനം ധൂർത്തടിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ കമ്പനിയുടെ കയ്യിൽ നിന്നും അതൊക്കെ മോചിപ്പിച്ചെടുക്കുന്നുണ്ട് സാധിക്കുന്നില്ല. ഇതിപ്പോ സ്വാഭാവികമാണ്. ഇപ്പം നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ജനത്തെ ഊറ്റിക്കൊണ്ടിരുന്ന ഒരു വിഭാഗത്തിന് ഇതൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ധർമ്മചിന്ത ഉണ്ടായി കഴിഞ്ഞാല് ഞങ്ങൾക്ക് കൊടി പിടിക്കാൻ ആളുണ്ടാവില്ല. അപ്പോ ആ ധർമ്മചിന്തയെ എങ്ങനെ നമുക്ക് തടയാൻ പറ്റും? ഇപ്പൊ രാമായണമൊക്കെ വായിച്ചു കഴിഞ്ഞാല് പിന്നെ ഞങ്ങളുടെ കൊടി പിടിക്കാൻ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. രാമായണം വായിച്ചു കഴിഞ്ഞാല് ഇന്നത്തെ ഏത് ഭരണകൂടത്തിനായാലും നോക്കൂ, ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തിന് ഒഴിച്ച് ബാക്കി അതായത് രാമായണത്തിന്, രാമന്റെ ജന്മഭൂമി തകർക്കാൻ വേണ്ടിയിട്ട് കൂട്ടുന്നവരാണ് എല്ലാവരും. അപ്പൊ പിന്നെ എല്ലാവരും എന്താ ചെയ്യാൻ പറ്റുക? ഇതിനെ എതിർക്കുക, തടയുക, ഇത് നടപ്പാക്കാതിരിക്കാൻ നോക്കുക. ഞങ്ങൾക്ക് കുറെ ആൾക്കാർ കൊടിപിടിക്കാൻ വേണം. യാഥാർത്ഥ്യം ജനമനസ്സുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാകുമെന്ന് കാണുന്ന ആൾക്കാര് ഇതിനെ എതിർക്കും. സ്വാഭാവികമാണ്. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യും? രാവണൻ മോശക്കാരനല്ല എന്ന് പറയും. രാവണൻ മോശക്കാരനാണെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. രാമന്റെ മുന്നിൽ നിൽക്കാൻ അത്രയും ശ്രേഷ്ഠനായ ഒരു ഭരണാധികാരിയാണ് വാൽമീകി മഹർഷി അവതരിപ്പിച്ചിരിക്കുന്നത്. മോശക്കാരനല്ല. അത് അനുജനായ വിഭീഷണൻ പോലും പറയുന്ന സമയത്ത്, അവസാന സമയത്ത് ആ ചിതയ്ക്ക് അഗ്നി കൊളുത്തുന്ന കാര്യം പറയുന്ന സമയത്ത് ചെയ്യില്ല എന്ന് വിഭീഷണൻ പറയുകയാണ്. അപ്പൊ പറഞ്ഞു, അങ്ങത് ചെയ്തില്ലെങ്കിൽ ഞാനത് ചെയ്യും എന്ന് പറയുമ്പോഴാണ് വിഭീഷണൻ പോയിട്ട് രാവണന്റെ ചിതയ്ക്ക് അഗ്നി കൊടുക്കുന്നത്. നമ്മൾ മോശക്കാരായിട്ട് ചിത്രീകരിച്ചിട്ടില്ല. നമ്മുടെ ഋഷീശ്വരന്മാർ ആരെയും മോശക്കാരായിട്ട് ചിത്രീകരിച്ചിട്ടില്ല. ആ അസുരന്മാരെല്ലാം രാമപാദത്തിലേക്ക് ലയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനായാലും എതിർക്കാൻ വന്ന അസുരന്മാരെ എല്ലാം ഭഗവാനിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ദേവി പരാശക്തിയുടെ കഥ എടുത്തു കഴിഞ്ഞാൽ ചണ്ടമുണ്ടനും ശുംഭനിശുംഭനും മധുകൈടഭനും ഒക്കെ കിട്ടിയ ഭാഗ്യം നിസ്സാരമല്ല. ഇവർക്ക് അതിന്റെ തത്വം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇവർ ഈ ഭാഗം പൊക്കി പിടിക്കുന്നത്. മധുകൈടഭനെ പോലെയും ചണ്ടമുണ്ടന്മാരെ പോലെയും ശുംഭനിശുംഭന്മാരെ പോലെയും മഹിഷാസുരനെ എന്ന് പറയുന്ന അസുരനെയൊക്കെ പോലെയും ഒക്കെ ആകാൻ നമ്മൾ എത്ര കാലം ജനിക്കണം ഇനിയും? കാര്യം ദേവിയായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യാണ്. ദേവിയെ അടിക്കുകയൊക്കെ ചെയ്യാനുള്ള അനുവാദം ആർക്കാ ഉള്ളത്? മഹിഷാസുരനാണുള്ളത്. അപ്പൊ നോക്കൂ, എത്ര അനുഗ്രഹമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അത് വിരുദ്ധ ഭാവത്തിൽ നിന്നുകൊണ്ടാണ്, വിരുദ്ധ ഭാവത്തിൽ നിന്നുകൊണ്ടാണ്, എതിർക്കുകയാണ്. അത്
ഭാഗവത കഥയിലേക്ക് വരുന്ന സമയത്ത് കാണുന്നുണ്ട്, കാലനേമി പറയുന്നുണ്ട്, എനിക്ക് ഈ ഭക്തിയൊന്നും എനിക്ക് വശമില്ല ഭഗവാനെ, എനിക്ക് അങ്ങയോട് എപ്പോഴും അടി കൂടിയിട്ട് നിൽക്കണം, അതുകൊണ്ട് എന്നെ ഈ ശത്രുവായിട്ട് ജനിപ്പിച്ചാൽ മതി എന്നാ പറയുന്നത്. ഓരോരുത്തരും ഓരോ റോൾ അഭിനയിക്കണമെന്ന് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, പലരും ഓരോരുത്തരും ഓരോ രീതിയിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് വരുന്ന സമയത്ത് പറയുന്നുണ്ട്, കാലനേമിയോ എന്ന് പറഞ്ഞു, എനിക്ക് ഭക്തിയൊന്നും പറ്റത്തില്ല, ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങയുടെ ശത്രുവായിട്ട് നമ്മൾക്ക് അടി കൂടി അങ്ങോട്ട്. അങ്ങനെയാണ് കംസനായിട്ട് കാലനേമി, പൂർവ്വകഥയിൽ കാലനേമിയാണ് ഭാഗവത കഥയിലേക്ക് വരുമ്പോൾ കംസനായിട്ട് വരുന്നത്. ഇവരാരും മോശക്കാരല്ല, ഇവരൊന്നും മോശക്കാരായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇവർ കരുതുന്നത് ഇത് രാവണനെ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ രാമന്റെ ഭാഗം ഇടിയുമെന്നാണ്. അല്ലെ, ഇവര് പുകഴ്ത്തുന്നതനുസരിച്ച് രാമൻ വീണ്ടും അല്ലേ ഉള്ളൂ. അവതരിപ്പിച്ചത് മഹാജ്ഞാനിയായിട്ടാണ്, മോശക്കാരനായിട്ടല്ല അവതരിപ്പിച്ചത്. രാമൻ ഗ്രന്ഥങ്ങളൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ രാവണൻ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. രാവണൻ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ആ കൃതികൾ ചൊല്ലി, പഞ്ചചാമര മന്ത്രം, ഇന്ന് ശിവതാണ്ഡവ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്ന പഞ്ചചാമര മന്ത്രത്തിൽ എഴുതിയിട്ടുള്ള ആ മന്ത്രം ജപിച്ച് പൂജ ചെയ്താൽ മഹാദേവൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കും, ആർക്കും കൊല്ലാൻ പോലും പറ്റത്തില്ല. അത്രയും കഴിവ് രാവണനുണ്ട്. ജടാകടാഹ സംഭ്രമ ഭ്രമന്നിലംബ നിർജ്ജരി വിലോലവീചി വല്ലരി വിരാജമാനമൂർധനി ധഗത് 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 ജ്വല ലലാടപട്ടപാവകേ കിശോര ചന്ദ്രശേഖരേ രതി പ്രദക്ഷിണം മമ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകങ്ങള്, മന്ത്രങ്ങള് ജപിച്ച് പൂജ പൂർത്തിയായി കഴിഞ്ഞാൽ കൊല്ലാൻ പോലും പറ്റത്തില്ല. രാമൻ അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വാൽമീകി മഹർഷി. അപ്പൊ അത്രയും കേമനായിട്ടാണ് വാൽമീകി രാവണനെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇവര് പൊക്കി പിടിച്ച് രാവണനെ കൊണ്ടുവന്നിട്ട് രാമന്റെ ഇടിച്ചു താഴ്ത്താൻ പോയാൽ നടക്കില്ല. രാവണൻ എത്ര ഉയരുന്നോ അതിനൊരു പടി മുകളിലായിരിക്കും. അത് പറയാനാണ്, വേറൊന്നുമല്ല. എത്ര കഴിവ് നിങ്ങൾ നേടിക്കൊള്ളൂ, ധർമ്മം എന്ന പന്ഥാവിൽ നിന്ന് നിങ്ങൾ വഴിതെറ്റിപ്പോയാൽ നിങ്ങളെ ധർമ്മപന്ഥാവിലൂടെ ചരിക്കുന്നവൻ നിഗ്രഹിക്കും, യാതൊരു സംശയമില്ല. കഴിവുണ്ടാകാം, സമ്പത്തുണ്ടാകാം, ഒരുപാട് ശക്തി ഉണ്ടാകാം, പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരാൾ, ധർമ്മചിന്തയിൽ വരുന്ന ആള് നിങ്ങളെ നിഗ്രഹിക്കും, യാതൊരു സംശയമില്ല. ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന് ആ ശാന്തമായ ഒരു അടിത്തറ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ രാവണനെ പൊക്കി പിടിക്കുന്നതിന്റെ ഒക്കെ കാരണം. ഹിന്ദുധർമ്മത്തെ അവഹേളിക്കുക, അവരുടെ ഉദ്ദേശമുള്ളൂ. പക്ഷെ അതെല്ലാം സനാതനധർമ്മത്തിന്റെ മുതൽക്കൂട്ട് തന്നെയാണ്, യാതൊരു കുഴപ്പമില്ല. ഇവർ ചെയ്യുന്നതെല്ലാം ഈ ധർമ്മത്തിന് മാറ്റുകൂട്ടുകയേ ഉള്ളൂ എന്നുള്ളതാണ്. ഒരു ദൃഷ്ടാന്തം കൂടെ അതിന് പറയാം. എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി അനുസരിച്ചിട്ടുള്ള ഒരു റോളാണ് നമ്മൾ ആർക്കും പ്രകൃതി നൽകുക. കാലനേമിയുടെ ഉദാഹരണത്തോടു കൂടി അങ്ങ് വ്യക്തമാക്കി, എനിക്ക് അങ്ങനെ ഭക്തിയൊന്നും ശീലമില്ല, എന്നെ ശത്രുവാക്കിയാൽ മതി, എനിക്ക് അടി കൂടാനാണ് ഇഷ്ടം എന്നുള്ള ആ ഒരു ഉദാഹരണം മാത്രം മതി. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന സ്കൂള് കാലഘട്ടത്തില് ഒരു ധ്രുവചരിത്രത്തിന്റെ ഒരു ഡാൻസ് ഡ്രാമ നടക്കുകയായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ക്യാരക്ടർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത്, ഇന്ന് വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു നർത്തകിയാണ്, അവര് നർത്തകി മാത്രമല്ല നടി കൂടി ആയിട്ടുള്ള ഇന്നത്തെ ഒരു സെലിബ്രിറ്റി തന്നെ ആയിട്ടുള്ള എന്റെ സഹപാഠി, പെട്ടെന്ന് തന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, ലക്ഷ്മിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അപ്പൊ ലക്ഷ്മിയെ സുരുചിയാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതില് വളരെ നന്നായിട്ട് എനിക്കത് അവതരിപ്പിക്കാനും ഒരുപാട് പ്രശംസ കിട്ടുകയൊക്കെ ചെയ്തു. ആ ഒരു ഭാഗം അഭിനയിക്കാനും സാധിച്ചു. അപ്പൊ അത് ഓർത്തുപോയി അങ്ങിത് അവതരിപ്പിക്കുമ്പോൾ, കാരണം കാലനേമി പറയുന്ന ആ ഒരു കഥ പെട്ടെന്ന് ദേഷ്യം വരുന്നതുകൊണ്ട് നമുക്ക് ഒരു നല്ല കഥാപാത്രം തന്നപ്പോൾ അത് നമുക്ക് നന്നായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു. അതുപോലെ മനോഹരമായിട്ടാണ് രമേശ് ഈ ഒരു വിവരണം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എത്രയൊക്കെ നമുക്ക് ശത്രുക്കൾ ഉണ്ടായാലും നമ്മുടെ ശത്രുവാവാൻ യോഗ്യനാകണമെങ്കിൽ, നമ്മൾ ശത്രുവായിട്ട് കരുതണമെങ്കിൽ അതിനൊരു യോഗ്യത വേണം. ദേവി ശത്രുവായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു യോഗ്യത ഉള്ളവരെ മാത്രമേ വെക്കൂ. അതുപോലെ ശ്രീരാമ ഭഗവാന്റെ ശത്രുവായിട്ട് തിരഞ്ഞെടുക്കാൻ രാവണന് അത്രയും യോഗ്യത ഉണ്ടായിരുന്നു. ശ്രീരാമ ഭഗവാന്റെ മാറ്റുകൂട്ടുകയുള്ളൂ. അധർമ്മ പന്ഥാവില് എങ്ങനെയൊക്കെ ചരിച്ച് എങ്ങനെയൊക്കെ ദ്രോഹം ചെയ്തു കഴിഞ്ഞാലും ധർമ്മത്തിൽ ചരിക്കുന്നവരെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ധർമ്മത്തിൽ ചരിക്കുന്നവരാൽ തന്നെ അവരുടെ കാൽപാദങ്ങളിലേക്ക് എത്തി മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ് നമ്മൾ ബംഗാളിലും ത്രിപുരയിലും അടുത്ത് തന്നെ കേരളത്തിലും ഒക്കെ കാണാൻ പോകുന്ന പ്രതിഭാസങ്ങൾ. എത്ര മനോഹരമായിട്ടാണ് ആ ഒരു വിഷയം അങ്ങ് അവതരിപ്പിച്ചത്. ഒരുപാട് പാദ നമസ്കാരങ്ങളോട് കൂടി ഒരുപാട് നന്ദി രമേശ്. നമസ്തേ.